ചൂടുവെള്ളവും തണുത്ത വെള്ളവും. ഇതിനാവശ്യമായവ: 2 ഗ്ലാസുകൾ, ചൂടുവെള്ളം, തണുത്ത വെള്ളം, കളറുകൾ, കാർഡ്ബോർഡ്, ആണി. കാർഡ്ബോർഡിന്റെ മധ്യഭാഗത്തായി ഒരു തുളയിടുക. അതിലൂടെ വെള്ളം നല്ലവണ്ണം പുറത്തു വരത്തക്ക രീതിയിലായിരിക്കണം തുളയിടേണ്ടത്. ഗ്ലാസിന്റെ വായറ്റം വരെ ചൂടുവെള്ളം ഒഴിക്കുക. സൂക്ഷിച്ചു ചെയ്യണം, വെള്ളത്തിന് നല്ല ചൂടുണ്ട്. നിങ്ങളുടെ പരീക്ഷണങ്ങൾക്കായി എപ്പോഴും ചൂടുവെള്ളം കരുതിയിരിക്കണം. ഗ്ലാസിനുള്ളിലേക്ക് ചുവന്ന നിറത്തിലുള്ള ലായനി 2-3 തുള്ളി ഒഴിക്കുക. സ്ട്രോ ഉപയോഗിച്ച് ഇത് ഒഴിക്കാവുന്നതാണ്. രണ്ട് 3 തുള്ളി മാത്രം ഒഴിച്ചാൽ മതിയാകും. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളത്തിന്റെ അളവ് ഗ്ലാസിന്റെ വായറ്റം വരെ ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ ഗ്ലാസ്സിൽ തണുത്ത വെള്ളം ഒഴിക്കുക. റെഫ്രിജറേറ്ററിൽ വെച്ച വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാർഡ്ബോർഡ് തണുത്ത വെള്ളമുള്ള ഗ്ലാസിന്റെ പുറത്ത് വയ്ക്കുക. ഇതല്പം കഠിനമായ ജോലി തന്നെയായിരിക്കും. തണുത്ത വെള്ളമുള്ള ഗ്ലാസ് തലകീഴായി കമിഴ്ത്തി ചൂടുവെള്ളമുള്ള ഗ്ലാസിന്റെ പുറത്തേക്ക് വയ്ക്കുക. കാർഡ്ബോർഡ് നിവർന്നിരിക്കണം, നന്നായി ഇറുക്കി അടച്ചിരിക്കണം. കാർഡ്ബോർഡിന് മുകളിൽ നിങ്ങൾ കൈവയ്ക്കരുത്. വെള്ളം അതിനെ സന്തുലിതാവസ്ഥയിൽ വെച്ചുകൊള്ളും. ഗ്ലാസ് കമിഴ്ത്തി വെച്ചാൽ മാത്രം മതി. 1 സെക്കൻഡ് പോലും വൈകിക്കരുത്. ഗ്ലാസ് ചായുമ്പോൾ ശരിയായ രീതിയിൽ കമിഴ്ത്തി വെച്ചാൽ വെള്ളം അതിവേഗം പുറത്തേക്ക് വരും. ഗ്ലാസുകളുടെ വായഭാഗം ചേർന്നിരിക്കുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത്. എന്താണ് സംഭവിക്കുന്നത്? തണുത്ത വെള്ളമുള്ള ഗ്ലാസിൽ ഏത് നിറമാണുള്ളത്? ചൂടുവെള്ളമുള്ള താഴത്തെ ഗ്ലാസിൽ ഏത് നിറമാണുള്ളത്? താഴെയുള്ള ഗ്ലാസിൽ നിന്നും ചുവന്ന നിറത്തിലുള്ള വെള്ളം മുകളിലുള്ള ഗ്ലാസിലേക്ക് ഉയർന്നു വരുന്നു. ഗുരുത്വാകർഷണ ശക്തിക്കെതിരായി മുകളിലേക്ക് പോകുന്നു. കാരണം തണുത്ത വെള്ളത്തിന് ചൂടുവെള്ളത്തേക്കാൾ സാന്ദ്രത കൂടുതലായിരിക്കും. തണുത്ത വെള്ളം താഴെയുള്ള ഗ്ലാസ്സിലേക്ക് ഒഴുകിച്ചെന്ന് ചൂടുവെള്ളത്തെ മുകളിലേക്ക് തള്ളുന്നതുകൊണ്ടാണിത്. നിങ്ങൾ വെള്ളം ചൂടാക്കുമ്പോൾ വെള്ളത്തിലുള്ള മോളിക്യൂളുകൾ അതിവേഗം ചുറ്റിക്കറങ്ങാൻ ആരംഭിക്കുന്നു. അവ പരസ്പരം വിഘടിക്കാൻ തുടങ്ങുന്നു. മോളിക്യൂളുകൾ തമ്മിൽ ഉള്ള ദൂരം കൂടുതലാകുമ്പോൾ ചൂടുവെള്ളത്തിലുള്ള മോളിക്യൂളുകളുടെ എണ്ണം കുറവായിരിക്കും. ഒരേ അളവിലുള്ള തണുത്ത വെള്ളത്തേക്കാൾ ചൂടുവെള്ളത്തിന്റെ ഭാരം കുറവായിരിക്കും. അതിനാൽ ചൂടുവെള്ളത്തിന് തണുത്ത വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവായിരിക്കും. ചൂടുവെള്ളം മുകളിലേക്ക് ഉയരുന്നു. തണുത്ത വെള്ളം താഴെയായിരിക്കുമ്പോൾ അത് യോജിക്കുന്നില്ല. ചൂടുവെള്ളത്തിന് മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് മുൻപേ തന്നെ മുകളിലാണ് ഇരിക്കുന്നത്. വിസ്മയിപ്പിക്കുന്ന വസ്തുതകൾ. ശുക്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹമായ വെള്ളി മാത്രമാണ് ഇടത്തു നിന്നും വലത്തോട്ട് ഭ്രമണം ചെയ്യുന്നത്.